സോ ബിഗ് ബോസ് നമ്മൾ സീസൺ 8 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ 13 ആഴ്ചകൾ കഴിഞ്ഞ് 14ാമത്തെ ആഴ്ചയിലേക്ക് ബിഗ് ബോസ് നമ്മൾ സീസൺ 8 കടക്കുകയാണ്. അപ്പം ഈ ഒരു 14ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ എവിക്റ്റ് ആയ കണ്ടസ്റ്റൻസിന്റെ ഒക്കെ റീ എൻട്രി ആണ്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തായി പോയ കണ്ടസ്റ്റൻസ് ഒക്കെ ഇന്ന് മുതൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരികെ എത്തുമെന്നാണ് അറിയുന്നത്. സോ ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരികെ എത്തുന്ന കണ്ടസ്റ്റൻസ് ഫാറ്റ്മാൻ രവീന്ദ്രൻ, അതുപോലെ തന്നെ സുനിത, വർഷിനി, റിയ, അർണവ്, സാചന, ദർശ ഗുപ്ത, ശിവകുമാർ, ഇത്രയും കണ്ടസ്റ്റൻസ് ആണ് ഇന്ന്, അതായത് 8 കണ്ടസ്റ്റൻസ് ആണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് റീ എൻട്രി ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരാഴ്ച മൊത്തം ഇവർ ഈ ഹൗസിനുള്ളിൽ ഉണ്ടായിരിക്കും. ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് ഇതുപോലെ 7-8 കണ്ടസ്റ്റൻസിന്റെ അല്ലെന്നുണ്ടെങ്കിൽ 2 സെറ്റ് ആയിട്ട് അല്ലെങ്കിൽ 2 ദിവസമായിട്ടൊക്കെ ആയിരിക്കും കണ്ടസ്റ്റൻസ് ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തുന്നത്. പിന്നെ 2-3 ദിവസം ഇവരെല്ലാം സ്റ്റേ ചെയ്ത് ഓരോ ദിവസവും ഇവരുടെ ഈ ഒരു ബിഗ് ബോസ് ഇത്രയും ദിവസത്തെ ജേർണിയിലെ പല വീഡിയോകളും അവരുടെ മെമ്മറീസും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസ് ഈ ഒരു ആക്ടിവിറ്റി റൂമിലും ഒക്കെ ആയിട്ട് പല വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു സെക്ഷൻ ആയിരിക്കും ഈ ഒരു ആഴ്ച നടക്കാൻ പോകുന്നത്. അതിന്റെ കൂടത്തിൽ ഓരോ കണ്ടസ്റ്റൻസ് കയറി വരുമ്പോൾ അവർക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള നിലവിൽ നിൽക്കുന്ന ടോപ്പ് 8-ൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് വേണ്ടി കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുറത്തു പോയിട്ട് തിരികെ വരുമ്പോൾ കുറെ വെനക്കൻസ് ഇതിനെ ഉള്ളിൽ കൊണ്ടുപോയി കൊട്ടാനുള്ള സാധ്യതകളുണ്ട്. പലരെയും തമ്മിൽ കൂട്ടിയടിപ്പിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രേക്ഷകർ കാണേണ്ടതായിട്ട് വരും. എന്തായാലും നമുക്ക് നോക്കാം ഓരോ കണ്ടസ്റ്റൻസും എത്തിയതിന് ശേഷം എന്തൊക്കെയായിരിക്കും അവർക്ക് പുറത്തു പോയതിന് ശേഷം ഓരോ കണ്ടസ്റ്റൻസിനോടുമുള്ള പ്രതികരണം, എത്രത്തോളം അത് കണ്ടസ്റ്റൻസിനെ ബാധിക്കും, അത് വോട്ടിങ്ങിൽ എങ്ങനെ ബാധിക്കും എന്നൊക്കെ നോക്കാം നമുക്ക്. അപ്പൊ ഈ ഒരാഴ്ചത്തെ നോമിനേഷനിൽ എല്ലാ കണ്ടസ്റ്റൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ നിങ്ങൾ വോട്ട് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അപ്പൊ നമ്മൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.